തായ്ലാൻഡ് ഐറ്റം ചാമ്പാണ്. ഓ അത് കാഴ്ചക്കുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള പോലെ അപൂർവം കുറേ ഔഷധ ചെടികളുണ്ട്. ചില ഒരു 1.5 വർഷം കൊണ്ട് ഇത് കായ പിടിക്കും. ഇത് തൊഴുകണ്ണി. ഇതിൻ്റെ അടുത്ത കാര്യം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇല മുടക്കി ഇത് തൊഴുതു. അതിൻ്റെ ഇല ശരീരത്തിൽ എവിടെയും തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച പനിക്കുകയും ചെയ്യും, ചൊറിയും ചെയ്യും. ഇത് പാമ്പ് വിഷത്തിനുള്ള മരുന്നാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് പരപ്പനങ്ങാട് ഹെർബൽ ഗാർഡനിലാണ്. അപ്പോൾ ഇവിടെ സ്ഥലം, ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി കൊടപ്പാളിയിലാണ്. അപ്പോൾ ഇവിടെ ഫലവൃക്ഷ തൈകളൊക്കെ നല്ല അടിപൊളി ഫലവൃക്ഷ തൈകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഏതായാലും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് പരപ്പനാട് ഹെർബൽ ഗാർഡൻ തന്നെ ഏകദേശം ഒരു 15 വർഷമായി. ഇത് ഗവൺമെൻറ് അംഗീകൃത നഴ്സറിയാണ്. നമ്മൾ വെറും നഴ്സറി അല്ല, നമ്മൾ കൃഷി പഠിപ്പിക്കലും കൂടെ നടത്തുന്നുണ്ട്. അതായത് നിങ്ങൾ തൈ ഇവിടെ വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നടേണ്ട രീതിയും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും പഠിപ്പിച്ചിട്ടാണ് തൈ നൽകുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള പച്ചക്കറി കൃഷിനെ സംബന്ധിച്ച് അതിൻ്റെ ക്ലാസ്സും അതും നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാം പഠിപ്പിക്കലും അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ വിവിധ കൃഷി രീതികളുടെ മാതൃക എനിക്ക് ഇവിടെ വന്നാൽ സന്ദർശിച്ചാൽ കാണാൻ കഴിയും. ബയോഗ്യാസ്, ബയോ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, മണ്ണിര അങ്ങനെ സാധനങ്ങൾ പോലെ നമ്മൾ അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങൾ വേസ്റ്റ് എങ്ങനെ കമ്പോസ്റ്റ് ആക്കാവുന്ന രീതികളൊക്കെ പഠിക്കാൻ കഴിയും. പിന്നെ അതിന് പുറമെ ഒരു 800ഓളം ഔഷധ സസ്യങ്ങളുണ്ട്. അപൂർവയിനം ചെടികൾ, നക്ഷത്ര വൃക്ഷങ്ങൾ, രാശി വൃക്ഷങ്ങൾ, ദശപുഷ്പങ്ങൾ, ദശമൂലകങ്ങൾ, അങ്ങനത്തെ ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാം ഇവിടെ വന്നാൽ കാണാനും വാങ്ങാനും ഒക്കെ കഴിയും. വളരെ റെയർ ആയിട്ടുള്ള പോലെ അപൂർവയിനം കുറേ ഔഷധ ചെടികളുണ്ട്. അതിലിപ്പം നമ്മുടെ ഇലമ്പാല, കറ്റാർവാഴ, കച്ചോലം, ഈശ്വരമൂലി, കുറേ റെയറായിട്ടുള്ള കുറേ സാധനങ്ങൾ, അപൂർവം വളരെ റെയറായിട്ടുള്ള കൃഷ്ണനാല്, പാൽ, കുന്തിരിക്കം, ഊത്, സാമ്പ്രാണി, ഇതിൻ്റെയൊക്കെ തൈകളുണ്ട്. പിന്നെ വളരെ നമ്മുടെ ഇരപിടിയൻ ചെടി, മരവുരി, അങ്ങനെ കുറേ റെയറായിട്ടുള്ള അണലി വേഗം, പാമ്പുള്ള പാമ്പുകളെ അകറ്റുന്ന അണലി വേഗം, പിന്നെ സ്റ്റീവിയ, മധുര തുളസി, വിക്സ് തുളസി, അങ്ങനെ തുളസി വർഗത്തിൽപ്പെട്ട കുറേ സാധനങ്ങൾ, അയമോദക തുളസി, പിന്നെ ഇന്ത്യൻ വിദേശ എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലാം ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വാങ്ങാനും കാണാനും കഴിയും. തായ്ലാൻഡ് ഐറ്റം ചാമ്പാണ്. ഓ അത് കാഴ്ചക്കുന്നുണ്ട്. അത് വീണില്ല, അത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് അധികം ഹൈറ്റ് വെക്കൂല, നല്ല ടേസ്റ്റ് ആവും. വേറെ പിന്നെ വിയറ്റ്നാം എയർലി ചക്ക. ചില ഒരു 1.5 വർഷം കൊണ്ട് ഇത് കായ പിടിക്കും. വിയറ്റ്നാം എയർലി. ഇത് അധികം ഹൈറ്റ് വരില്ല, പെട്ടെന്ന് കായ പിടിക്കും. അപ്പോൾ അധികം ആളുകളും ഇങ്ങനത്തെ ഫ്രൂട്ട്സിലേക്കാണ് ഇപ്പോൾ മാറുന്നത്. പിന്നെ മാവ് അത് കാലാപ്പാടി ഉണ്ട്. ഇത് കാലാപ്പാടി ഇതാ കായ്ച്ചിക്കുന്നുണ്ടല്ലേ. ഓ ഇതാ ഓൾ സീസൺ അല്ല, ഇതൊരു വർഷത്തിലാണ് കായ്ക്കും. ബഡ്ഡിംഗ് ആണ്, നമുക്ക് റമ്മിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇത് ഹൈറ്റ് കുറഞ്ഞ തെങ്ങുകളാണ്. മലേഷ്യൻ കുള്ളൻ എന്ന് പറയും, അതുപോലെ ഗംഗാപോണ്ട ഉണ്ട്, അങ്ങനെ പല ഐറ്റം ഉണ്ട്. പിന്നെ ഇതുണ്ടല്ലേ കശുമാവ്. ഇത് ബഡ്ഡിംഗ് ആണ്. ഇതൊക്കെ റേറ്റ് കുറവാണ്. ഇതൊക്കെ ഒരു 800 രൂപ. കിട്ടും. പിന്നെ അതുപോലെ ഇത് സാന്തോൾ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. സാന്തോൾ എന്ന് പറഞ്ഞത് അതിപ്പോൾ ഇതിൽ പൂവിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1000. ഇതൊരു വർഷത്തിൽ കായ്ക്കുന്നതാണ്. അങ്ങനെ ഫ്രൂട്ട്സുകൾ പല ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. എന്താ ഇതൊക്കെ നല്ല സംഭവമാണ്. സ്റ്റാർ ഫ്രൂട്ടിൽ സ്വീറ്റാണിത്. പിന്നെ അമ്പഴങ്ങുണ്ടോ? ഇതാ അമ്പഴം സ്വീറ്റാണ്. ഇത് തൊഴുകണ്ണി. ഇതിൻ്റെ അടുത്ത കാര്യം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇല മുടക്കി ഇത് തൊഴുതു. പിന്നെ ശബ്ദം ഇവർക്ക് പേടിയാണ്. ശബ്ദം കേൾക്കുമ്പോൾ ഇവർ ഇല വിറക്കും. ഇത് ഇരപിടിയനാണ്. നപ്പന്തസ്, പിക്ചർ പ്ലാന്റ് എന്നൊക്കെ പറയും, ഇരപിടിയൻ ചെടി. ഇത് പ്രാണികൾ ഇതിൻ്റെ അകത്ത് കയറി അതിൻ്റെ അടക്കും. അതാണ് അവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളം മാത്രമേ അവർക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ. പിന്നെ തൊട്ടാ പനിക്കുന്ന ചെടിയുണ്ട്, പാമ്പ് വരാത്ത ചെടിയുണ്ട്. അതിൻ്റെ എല്ലാ ശരീരത്തിൽ എവിടെയും തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച പനിക്കുകയും ചെയ്യും, ചൊറിയും ചെയ്യും. ഇത് പാമ്പ് വിഷത്തിനുള്ള മരുന്നാണ്. ഇതിൻ്റെ തൊലിയാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ചെടി ഉള്ള പറമ്പിലേക്ക് വിഷമുള്ള പാമ്പുകൾ വരില്ല. ഇത് മരച്ചേമ്പ് എന്ന് പറയും. ഇതിങ്ങനെ കവുങ്ങ് പോലെ മരമായിട്ട് വളരുന്ന ചേമ്പാണ്.
ഇത് ഇപ്പം വളരെ റയറാണ്. ക്ഷാമം ഉണ്ടായിരുന്ന കാലത്ത് ഇതിൻ്റെ തടിയായിരുന്നു ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. മനുഷ്യൻ ഭക്ഷിച്ചിരുന്ന ഇതിൻ്റെ തടിയായിരുന്നു. ഇതിന് കിഴങ്ങില്ല. ഇതിൻ്റെ തടി കട്ട് ചെയ്ത് വേവിച്ച് കഴിക്കുകയായിരുന്നു. ഇത് സഞ്ചരിക്കുന്നൊരു പന്തൽ. ഇതിൽ നമുക്ക് കോവക്ക, മുന്തിരി, ഫാഷൻ ഫ്രൂട്ട് ഇതൊക്കെ വളർത്താം. ഒരു കാർ പോർച്ചായിട്ട് ഉപയോഗിക്കാം. അവിടെ ഒരു ബെഞ്ചുണ്ട്, നമുക്ക് ഇരുന്ന് ഒരു റീഡിങ്ങിനൊക്കെ വൈകുന്നേരം ഷോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ചെടി വളരുന്നത് പന്തലിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത് എവിടേക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഉരുട്ടി കൊണ്ടുപോകാൻ കഴിയും. അതാണ് സഞ്ചരിക്കുന്ന പന്തൽ. പിന്നെ കൃഷി ഒരു സംസ്കാരമാണെന്ന് പറയാനുള്ളത്. കർഷകമിത്ര സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ഒരു 100ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഫാർമേഴ്സ് ക്ലബ്ബുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല നബാർഡിൻ്റെ അവാർഡ് വാങ്ങിയ ക്ലബ്ബാണ്. നബാർഡിൻ്റെ അംഗീകാരമുള്ള ക്ലബ്ബാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ? അവാർഡുകൾ ഒരുപാട് ആകാശവാണിൻ്റെതും മറ്റേ KVKൻ്റെതും എല്ലാം കിട്ടിയിട്ടുണ്ട്. കാരണം KVK ആണ് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. എനിക്ക് വേണ്ട ഇതിനെല്ലാ ട്രെയിനിങ്ങും എന്നെ പഠിപ്പിച്ചു തന്നൊക്കെ മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. നമ്മൾ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ വേറെ വരുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലവൃക്ഷ തൈകൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ട് കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.